Pastor John B. Taylor, പ്രിയപ്പെട്ടവർ എല്ലാവരും യേശുവിനെ നാട്ടിലും പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 5-ാമത്തെ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്നെ ദേഷിക്കുന്നവന്റെ കഴുത, നിന്നെ ദേഷിക്കുന്നവന്റെ കഴുത ചുമടിന് കീഴെ കിടക്കുന്നത് കണ്ടാൽ, ചുമടിൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചുവിടാൻ മടിച്ചാലും അഴിച്ചുവിടാൻ അവന് സഹായം ചെയ്യാൻ മതി. ഈ വാക്യത്തിൽ 4 കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ന്യായപ്രമാണം കേൾക്കുന്ന ഒരു മനുഷ്യനെ കാണും. അവനോടായി പറയുന്നു, നിന്നെ ദേഷിക്കുന്നവന്റെ കഴുത ചുമടിന്റെ കീഴെ വീണ് കിടക്കുന്നത് കണ്ടാൽ, ന്യായപ്രമാണം പറയുന്നു അവനെ പോകത്ത് കഴുത എഴുന്നേൽപ്പിക്കാനൊക്കെ നിനക്ക് മനസ്സില്ലാതെ വരും. പക്ഷെ ആ കഴുത എഴുന്നേൽപ്പിക്കും. ന്യായപ്രമാണം കേൾക്കുന്ന ഒരു മനുഷ്യനെ ഈ വാക്യത്തിനകത്ത് കാണാം. ോട് യാതൊരു മനസ്സലിവുമില്ലാത്ത ഒരു യജമാനനെ, ഈ കഴുതയുടെ തന്നെ യജമാന ഈ വാക്യത്തിനകത്തും. 4, വീണ് കിടക്കുന്ന കഴുതയ്ക്ക് സഹായം ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ന്യായപ്രമാണം കേൾക്കുന്ന ഒരു മനുഷ്യനുണ്ട്, വീണ് കിടക്കുന്ന ഒരു കഴുതയുണ്ട്. ആ കഴുതയോട് മനസാക്ഷിയില്ലാതെ പെരുമാറുന്ന ആ കഴുതയുടെ തന്നെ യജമാനനുണ്ട്. വീണ് കിടക്കുന്ന കഴുതയ്ക്ക് സഹായം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ 4 കാര്യങ്ങളിൽ 2ാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വീണ് കിടക്കുന്ന കഴുത. എങ്ങനെ കഴുത വീണു പോകും? കഴുത വീഴുവാൻ 4 കാരണങ്ങളുണ്ട്. ഈ ബൈബിളിൽ നിന്നാണ് 4 കാരണങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ഏത് കഴുതയും വീഴാൻ 4 സാഹചര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ നമ്മൾ കാണും. ഇതാണ്ടോ, ആ കഴുതയെ എന്തിന് എഴുന്നേൽപ്പിക്കാം? അതിൽ 4 കാര്യങ്ങൾ. അതിന് 4 വാക്യങ്ങൾ നമ്മൾ വായിക്കും. ഈ 2 4കളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ഇരുന്നാല് ഞാൻ പറഞ്ഞു തെളിയിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാകട്ടെ. അപ്പോൾ ഈ കഴുത വീഴാനുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യം കണ്ടെത്താം. ഒന്ന്, ഇവിടത്തെ ഈ കഴുതയെ തന്നെ എടുക്കാം. ഈ കഴുത ഏതിന്റെ കീഴിലാണ് വീണ് കിടക്കുന്നത്? ചുമടിന്റെ കീഴിൽ. ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചു കൂടെ പറയുന്നത്, ചുമടിന്റെ കീഴിലാണ് ഈ കഴുത വീണു പോകുന്നത്. ഏത് കഴുതയ്ക്കും ചുമട് വഹിക്കാൻ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടുപോയാൽ ഏത് കഴുതയും വീണു പോകും. നമ്മൾ ഭാരം ചുമക്കുന്നതിന്റെ ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നത് ഈ കഴുതയല്ലേ. വീട്ടിലൊക്കെ ജോലി കൂടുമ്പോ കഴുത പോലെ പണിയെടുക്കുക. ഇവിടെ നിന്നും പറയത്തില്ല, കേരളത്തിൽ ഞാൻ കഴുതയെ പോലെ പണിയെടുക്കുക. അപ്പൊ കഴുതയുടെ പണി തന്നെ ചുമട് ചുമക്കുക എന്നാണ്. പക്ഷെ ഈ കഴുത വീണ്ടും, കാരണം ചുമക്കാവുന്നതിലും അപ്പുറമായ ചുമട് ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചു. അതായത് ഈ കഴുതയുടെ യജമാനം തന്നെയാ കയറ്റി വെച്ചു. ഈ കഴുത വീണുപോയി. അപ്പൊ ഭാരം കൂട്ടുന്നതായ ഒരു പോരാട്ടം ഈ ഭൂമിയിലുണ്ട്. അത് ഫറവോന്റെ പോരാട്ടം. ഫറവോൻ അവന്റെ തന്ത്രങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ മക്കളുടെ ഭാരം കൂട്ടിക്കൊടുക്കുക. 2-3 വാക്യങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും. ആ വാക്ക് കിട്ടിയോ? കഠിന പ്രവൃത്തി. ഇസ്രായേൽ മക്കളെ കഠിനമായി
പണി കൊടുക്കുകയാണ്. ആദ്യം വൈക്കോലൊക്കെ കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞേച്ച് നിങ്ങളുടെ മടിയന്മാർ നിങ്ങൾ തന്നെ വൈക്കോല് കണ്ടുപിടിക്കുക. പക്ഷെ ഇഷ്ടികയുടെ എണ്ണം കുറയാൻ പാടില്ല. കഠിന പ്രവൃത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച് ഭാരം കൂടി കൊടുത്തു. 2-ാം അധ്യായം 11-ാം വാക്യം. ആ ഭാരതപ്പുറ വേല 2:11. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കുന്നുണ്ടോ? 1 കഠിന പ്രവൃത്തി, 2 ഭാരമുള്ള വേല. ഇനി 5-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചു. 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ. വേല അതിഭാരമായിരിക്കട്ടെ. ദിവസത്തിന് ദിവസം ഭാരം കൂട്ടിക്കൂട്ടി കൊടുക്കുന്ന ഒരു ഫറവോന്റെ തന്ത്രം ഇന്ന് ഈ ലോകത്തിലുണ്ട്. വിശേഷിച്ച് ദൈവമക്കളുടെ ജീവിതത്തിലുണ്ട്. വിശ്വസ്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യും. അവിടെ മണ്ടയ്ക്കോട്ട് പിന്നെ ജോലി കയറ്റിയെന്ന് വെച്ചു. കുഴപ്പമൊക്കെ നടന്നാല് അവന് കുഴപ്പമില്ല, രക്ഷപ്പെടും. അങ്ങനൊന്നും രക്ഷപ്പെടുന്നത് ഭാരമുള്ള വേല ചുമലിൽ വയ്ക്കുന്നതായ ഫറവോന്റെ പോരാട്ടം. ഏത് കഴുതയും വീട് വരും. ഭാരം വർദ്ധിക്കുമ്പോൾ, വേദന വർദ്ധിക്കുമ്പോൾ, ശോധന വർദ്ധിക്കുമ്പോൾ ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരു പരിധിയൊക്കെയോ ഇല്ല. ഈ കമ്പ്യൂട്ടറിന്റെ ഒന്നും എനിക്കറിയത്തില്ല. പിള്ളേർക്ക് കാരണം ചിലത് ഇത് കമ്പ്യൂട്ടർ അടിച്ചു പോയെന്നൊക്കെ കേട്ടിട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ താങ്ങാവുന്ന ലോഡ് കൂടുമ്പോൾ അടിച്ചു പോകുന്നതായിരിക്കും. പിന്നെ ടെക്നിക്കൽ പ്രശ്നമൊന്നും അറിയത്തില്ല. പിന്നെ ഇങ്ങനൊക്കെ അവന് കേൾക്കാതെ. അപ്പൊ കമ്പ്യൂട്ടറിന് അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് കൂടിയാൽ കമ്പ്യൂട്ടർ അത് അടിച്ചു പോകും, അത് ബലഹീനമാകും. അപ്പോൾ എന്തുകൊണ്ട് കഴുത വീണു? ഭാരം വർദ്ധിച്ചത് കൊണ്ട് കഴുത. ഇനി 2, എന്തുകൊണ്ട് കഴുത വീണു? ആവർത്തന പുസ്തകം 4 കാര്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്, കണ്ടെത്തുകയാണ്. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 4-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 22-ാം അധ്യായം 4-ാമത്തെ വാക്യം. കഴുതയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് നീ കണ്ടാൽ വിട്ട് ഒഴിഞ്ഞു കളയാതെ അതിനെ എഴുന്നേൽപ്പിപ്പാൻ അവനെ സഹായിക്കണം. ഈ വീണ് കിടക്കുന്നത്, ഒന്നാമത് വീണ് കിടക്കുന്ന കഴുത ആടേതാണ്? ദേഷിക്കുന്നവൻ. നമ്മളെ ദേഷിക്കുന്നവന്റെ കഴുതിയ വീണ് കിടക്കും. പക്ഷെ ഈ കഴുതി ആടേതാണ്? നമ്മുടെ സ്വന്തം സഹോദരന്റെ. സ്വന്തം സഹോദരന്റെ കഴുതിയാണ് വീണ് കിടക്കുന്നത്. എവിടെ വീണ് കിടക്കുന്ന വാക്കുകൾക്കെല്ലാം പ്രാധാന്യം. വഴിയിൽ നമ്മൾ വേറെ ദിവസം അങ്ങ് ഓടിച്ചത് പറഞ്ഞ് അത് വായിച്ചുകൂടിയില്ല. പിടിച്ചു വായി. വഴിയിൽ വീണ് കിടക്കും. 1 ചുമടിന്റെ കീഴിൽ വീണ് കിടക്കും. 2 വഴിയിൽ വീണ് കിടക്കും. എന്ന് പറഞ്ഞാൽ എന്തോ? ഇതൊരു വഴിയാത്രയിലാണ് ഈ കഴുത. ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഈ കഴുത നടക്കുക. ആ പോയ കൂട്ടത്തിൽ ഏതോ കാരണത്താൽ ഈ കഴുത വീണു, വഴിയിൽ വീണു. അതിന്റെ കാരണം അവിടെ നമ്മൾ വായിക്കുന്നില്ല. വേദപുസ്തകം കൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. വഴിയിൽ വീഴാനുള്ള 7 കാരണങ്ങൾ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. എന്തുകൊണ്ട് എങ്ങനെ വഴിയിൽ വീണ് പോകാം? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെ അക്കരെ പോകാമെന്ന കർത്താവ് ശിഷ്യന്മാരെ ോട് പറയുന്ന കാര്യം വായിക്കും. അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു
ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. അത്രയും ആ വേദഭാഗത്ത് അക്കരെ എത്തിക്കാതിരിക്കാനുള്ള 7 തടസ്സങ്ങൾ ആ വേദഭാഗത്തുണ്ട്. ഞാനത് എണ്ണിപ്പറയും. ഇവർ അക്കരയ്ക്ക് പോവുകയാണ്, യാത്രയിലാണ്. യേശു ശിഷ്യന്മാരുമുള്ള പടകിലെ യാത്രയാണ്. നമ്മുടെ ചിന്താ വിഷയം എന്തുകൊണ്ട് വഴിയിൽ വീഴുന്നു? ഈ പടകിൽ പ്രതികൂലങ്ങൾ വന്നു, പക്ഷെ കർത്താവ് ആ ശിഷ്യന്മാരെ അക്കരെ എത്തിച്ചു. ഒന്നാമത്തെ തടസ്സം, വഴിയിൽ വീഴാനുള്ള ഒന്നാമത്തെ സാധ്യത, ആ 36-ാം വാക്യത്തിൽ അവൾ പുരുഷാരത്തെ വിട്ട്. അവൾ ഒന്നാമത്തെ തടസ്സം, വീഴാനുള്ള തടസ്സം പുരുഷാരമാണ്. പുരുഷാരത്തെ വിടുന്നില്ലെങ്കിൽ അവരെ നമ്മളെ വലിച്ചു താഴെ. അതുകൊണ്ടാണ് വേർപാട് നമ്മൾ വളരെ ദിവസകാർ വളരെ പ്രാധാന്യത കൊടുക്കുന്നത്. വേർപരണം, ആകാത്ത കൂട്ടുകെട്ട്, ആകാത്ത ആരാധന. ഈ പുരുഷാരത്തെ വിടുന്നില്ലെങ്കിൽ പുരുഷാരം നമ്മളെ അല്ലെങ്കിൽ വീഴ്ത്തി കളയും. വഴിയിൽ വീഴാനുള്ള ഒന്നാമത്തെ സാധ്യത പുരുഷാരം. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ, നിന്റെ ചാച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. 10 ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ആ ശിഷ്യന്മാർ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ വഴി വീഴാനുള്ള ഒന്നാമത്തെ സാധ്യത പുരുഷാരം. ഇനി 36-ാം വാക്യത്തിലും കൂടെ പോയവർ മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. യേശു യാത്ര ചെയ്യുന്ന പടക് വലിയ പടക്, യേശു ഇല്ലാത്ത പടക് ചെറിയ പടക്. ഇവിടെ അതിന്റെ വ്യത്യാസം. യേശുവുള്ള പടക് വലിയ പടകും യേശു ഇല്ലാത്ത പടക് ചെറിയ പടകും. അപ്പൊ മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അത് വഴിയിൽ വീഴ്ത്തിക്കളയാനുള്ള രണ്ടാമത്തെ സാധ്യതയാണ്. ഇതുപോലെയൊക്കെ ഇരിക്കും. യേശു യാത്ര ചെയ്യുന്ന പടവും അല്ലാത്ത പടവും കൂടെ നടക്കി പോവുകയല്ലേ. ഇതുപോലൊക്കെ ഇരിക്കും. ഇപ്പൊ ഒത്തിരി ദുരുപദേശങ്ങളൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതിലൊക്കെ വളരെ ശ്രദ്ധാലുക്കളാണ്. ആ ദുരുപദേശങ്ങൾ വീഴുന്ന അനേകരെ കേരളത്തിൽ കാണാം. എല്ലായിടത്തും ചെറു പടകുകൾ വീട്ടിക്കളയും. അപ്പൊ അതിനെയും വിടണം. ഒന്ന് പുരുഷാരത്തെ വിടണം, 2 ചെറു പടകുകൾ. ഇനി മൂന്നാമത്തെ തടസ്സം, വീഴാനുള്ള മൂന്നാമത്തെ സാധ്യത. അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. അതാണ് മൂന്നാമത്തെ വഴിയിൽ വീഴാനുള്ള സാധ്യത, ചുഴലിക്കാറ്റ്. യേശുവുള്ള പടകിലും ചുഴലിക്കാറ്റുണ്ട്. യേശു കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റില്ല, പ്രശ്നമില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നവരല്ല. യേശുവുള്ള പടകിലും ചുഴലിക്കാറ്റുകളുണ്ട്. പക്ഷെ നമ്മുടെ ധൈര്യം, യേശു ഉള്ളത് കൊണ്ട് അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കും. ഇനി 4, വഴിയിൽ വീഴാനുള്ള 4-ാമത്തെ സാധ്യത പിശാചിന്റെ പ്രവൃത്തികളും. ഈ ചുഴലിക്കാറ്റ് അടിപ്പിച്ചത് അക്കരെയുള്ള 6000 ഭൂതം ബാധിച്ചവന്റെ ഒരു പോരാട്ടം. അവനറിയാം യേശു വരുന്നത് അവനിലുള്ള ഈ ഭൂതത്തെ പുറത്താക്കാൻ. അപ്പോൾ യേശുവിനെ അക്കരെ എത്തിക്കാതിരിക്കാനാണ് അവനാണ് ഈ ചുഴലിക്കാറ്റടിച്ചത്. അപ്പോൾ വഴിയിൽ വീഴാനുള്ള 4-ാമത്തെ സാധ്യത പിശാചിന്റെ പോരാട്ടങ്ങൾ, പിശാചിന്റെ പ്രവൃത്തികൾ. ഇനി 5, അതിന് 38-ാം വാക്യം നോക്കിയേ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇത് അറിവില്ലായ്മയാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ, നമ്മളെന്നല്ല പറഞ്ഞത്,
യേശു ഇല്ലാത്ത ഞങ്ങൾ, യേശുവിനെ വരെ അങ്ങ് മാറ്റി, ഞങ്ങൾ നശിച്ചു പോകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. ഞാൻ നശിച്ചാല് നിങ്ങൾ നശിക്കത്തുള്ളൂ. അപ്പോൾ അതിനില്ലായ്മ വഴി വീഴാനുള്ള 5ാമത്തെ സാധ്യതയാണ്. ഇനി 40ാം വാക്യം നോക്കിയേ. നിങ്ങൾ ഇപ്പോഴും ഭീരുക്കളാകുവാൻ എന്ത് ഭീരുത്വം വഴി വീട് പോകും. അതുകൊണ്ടാണ് ഗിദിയോന്റെയൊക്കെ ആ പ്രസ്താവന നമുക്കറിയാം. ഭയവും ഭീരുത്വവും ഉള്ളവർ ഗിലിയാദ് പർവ്വതം വിട്ട് പോകട്ടെ. അപ്പൊ ഭയവും ഭീരുത്വവും വഴി വീഴുവാനുള്ള 6ാമത്തെ സാധ്യത. 7ാമത്തെ സാധ്യത 40ാം വാക്യത്തിലോ, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? അപ്പോൾ അത് അവിശ്വാസമാണ്. വഴി വീഴാനുള്ള 7ാമത്തെ സാധ്യത അവിശ്വാസമാണ്. ഞാൻ മടങ്ങി വരും. അപ്പോൾ 2ാമത് കഴുത വഴിയിൽ വീണ് കിടക്കും. ഇവിടെ കണ്ട 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ കാരണങ്ങളാലായിരിക്കാം ഈ കഴുത വഴിയിൽ വീണുപോയി. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതിരിക്കാൻ വഴിയിൽ വീഴ്ത്തി കളയുന്നതായ ഒരു പോരാട്ടം. ന്യായപ്രമാണം പറയുന്നു, ആ കഴുതയെ നീ എഴുന്നേൽപ്പിക്കുക. അപ്പോൾ 1, ചുമലിന്റെ കീഴെ കഴുത വീണ് കിടക്കും. 2, വഴിയിൽ കഴുത വീണ് കിടക്കുന്നു. ഇനി 3, കഴുത വീഴാനുള്ള 3ാമത്തെ കാരണം. സംഖ്യാപുസ്തകം 22ാം അധ്യായം, സംഖ്യാപുസ്തകം 22ാം അധ്യായം 27ാമത്തെ വാക്യം. 22ാം അധ്യായം 27ാമത്തെ വാക്യം. കണ്ടപ്പോൾ കഴുത ബിലയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. അപ്പോൾ ഇവിടെ കഴുത വീഴാനുള്ള കാരണം എന്തോ? തെറ്റായ കാലിവെപ്പ് വയ്ക്കുന്ന യജമാനൻ കാലം ബിലിയാമാണ്. ബിലിയാമിനെ വിളിപ്പിക്കാനായിട്ട് ബാലാക്കൊക്കെ ആളിനെ അയച്ചു. അപ്പൊ ബിലിയാം പറഞ്ഞു, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം അനുവദിച്ചാൽ ഞാൻ വരാം. ശപിക്കാനാ വിളിക്കാൻ വന്നു. അവൻ അന്ന് രാത്രി ദൈവത്തോട് ആലോചന ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, നീ അവരോടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയുമരുത്, അവൻ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. അപ്പോൾ ബിലിയാം വന്നവരോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെ വരാനോ ശപിക്കാനോ ഒന്നും ദൈവം അനുവദിച്ചിട്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞവരെ പറഞ്ഞയച്ചു. പിറ്റേ ദിവസം അവരെക്കാൾ അധികം മാന്യതയുള്ള പ്രഭുക്കന്മാർ അധിക സമ്മാനങ്ങളുമായിട്ട് ബിലിയാമിന്റെ അടുക്കൽ അയച്ചു. അന്നേരം ബിലിയാം ഇവരെ പറഞ്ഞ് അയക്കണമായി. ബിലിയാം പറഞ്ഞു, ഇന്ന് ഞാൻ യഹോവയോട് ചോദിക്കട്ടെ. അതാ കുഴപ്പം പറ്റിയത്. ഇവൻ ചെന്ന് യഹോവയോട് ചോദിച്ചു, ഞാൻ പോകട്ടെ. അപ്പൊ അതേപോലെ ചെന്ന് പോകുന്ന നീ അങ്ങോട്ട് പോകും. നമ്മൾ ഈ വായിക്കുമ്പോൾ പോകാൻ ദൈവം അനുവദിച്ചു. ഇത് വേണ്ട, വഴിയില് ദൂതൻ വാളുമായിട്ട് നിൽക്കുന്നു. ദൈവം പറഞ്ഞിട്ടല്ലയോ പോകുന്നു, പിന്നെ എന്തിനാ വാളുമായിട്ട്? അതിന്റെ ടോൺ മനസ്സിലാക്കും. ഇവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, നാട്ടിൽ പരീക്ഷ മുറ്റിയിരിക്കുമ്പോ ചില പിള്ളേർ അമ്മയുടെ പുറകെ നടന്ന് ക്രിക്കറ്റ് കളിക്കാൻ പോകും. അപ്പൊ അമ്മ അടുത്താഴ്ച പ്രതീക്ഷയാണ്, നീ പോകണ്ട. പിന്നെയും കിതുങ്ങി അമ്മയുടെ പുറകെ നടന്ന്, ഞാൻ പോട്ടോ, ഇവിടെ നിന്നോട് പോകണ്ടെന്നല്ലേ പറഞ്ഞു. പിന്നെയും വന്നേച്ച് പോട്ടു, എന്നാ നീ പോ എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങോട്ട് ഇറങ്ങി വെച്ച് അമ്മ അനുവദിച്ചു ക്രിക്കറ്റ് കളിക്കാൻ. എന്നാ നീ പോന്ന് പറഞ്ഞത് അനുവാദമല്ല. അതാ ഇവിടത്തെ ടോൺ. നിനക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ നീ പോ. അങ്ങനെ പോയപ്പോൾ വാളുമായി ദൂതൻ നിൽക്കുക. കഴുത കണ്ടു. 3 പ്രാവശ്യം ഒഴിഞ്ഞു. ആദ്യം വയലോട്ട് ഇറങ്ങി, പിന്നെ 2 മതിലിന്റെ ഇടയ്ക്ക് കാല് ഞെരുക്കി, ഒരു ബിലിയാമിന് കീഴി അന്ന്. അപ്പോൾ ഈ ബിലിയാം എന്ത് ചെയ്യുന്നത്? കഴുതെ തല്ലി, 3 വട്ടം തല്ലിയപ്പോൾ ഈ കഴുത പറയുകയാണ്, നീ എന്നെ 3 വട്ടം തല്ലാൻ കാരണം. അവിടെ ഇവന്റെ മറുപടി എന്തോ, നീ എന്നെ, നമ്മളെ ശ്രദ്ധിച്ചു വായിക്കണം. എന്ത് കൂളായിട്ടായി കഴുതയോട് സംസാരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിലെ പശുവിനെ വളർത്തിയ കാലം ഉണ്ടായിരുന്നു, ആടിനെ വളർത്തിയ കാലം, ഇവിടെ പട്ടിയെ വളർത്തും.
ഒരു രാവിലെ നമ്മളെ പശുവിനെ കലക്കാൻ അങ്ങോട്ട് ചെന്നപ്പോ പശു തലയൊക്കെ ഒന്ന് കുടഞ്ഞ് കൊച്ചമ്മ എന്തുണ്ട് വിശേഷം, ബോംബെയിലെ പിള്ളേരുടെ സുഖമോ? കൊച്ചമ്മ ബോധം കെട്ട് താഴെ കിടക്കും. ഏത് കൊച്ചമ്മയാലും ബോധം കെട്ട് താഴെ കിടക്കും. ഈ പശു സംസാരിക്കുക. ഇവിടെ കഴുത സംസാരിച്ചപ്പോൾ ഒരു ഭാവ വ്യത്യാസവും ബിലിയാമിന് എന്ന് വെച്ചാൽ അതുപോലെ അവന്റെ ഹൃദയം തഴമ്പിച്ചിട്ട് അവന്റെ കീഴെ കഴുത വീഴുന്നു. അപ്പൊ കഴുത വീഴാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റായ കാലിവയ്പ് വയ്ക്കുന്ന യജമാനൻ കാരണം. ഒന്ന്, ചുമട് നിമിത്തം. രണ്ട്, വഴിയിലെ ഏതോ തടസ്സം നിമിത്തം. മൂന്ന്, തെറ്റായ കാലിവയ്പ് നടത്തിയ യജമാനൻ കാരണം. ഇനി 4, എന്തുകൊണ്ട് കഴുത വീഴും? പുറപ്പാട് പുസ്തകം 21-ാം 33-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 21-ാം 33-ാമത്തെ വാക്യം. ഒരുത്തൻ ഒരു കുഴി തുറന്നു വയ്ക്കുകയും ഒരുത്തൻ ഒരു കുഴി തുറന്നു വയ്ക്കുകയും കുഴി കുഴിച്ച് അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ട് അതിലൊരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ ഇടപെടും. അത്രയും മതി. ഇവിടെ കഴുത വീഴാനുള്ള കാരണം എന്താണ്? സൂക്ഷ്മതക്കുറവ്. ആരുടെ സൂക്ഷ്മതക്കുറവ്? 2 കൂട്ടരുടെ സൂക്ഷ്മതക്കുറവ്. ഒന്ന്, കുഴിച്ചവന്റെ സൂക്ഷ്മതക്കുറവ്. ഏതോ ഒരു കാര്യത്തിന് അവൻ കുഴിച്ചതാണ്. കുഴിച്ചു, ഉപയോഗം കഴിഞ്ഞു, അവൻ മണ്ണിട്ട് മൂടണമായിരുന്നു, അവനെ ചെയ്ത്. രണ്ടാമത്തെ സൂക്ഷ്മതക്കുറവ് ഈ കഴുതയുടെ സൂക്ഷ്മതക്കുറവ്. ആളിങ്ങനെ ചാടി തുള്ളി ഇങ്ങോട്ട് വന്ന് ഉള്ളിലോട്ട് അങ്ങ് വീണു. അപ്പൊ കഴുതയും സൂക്ഷ്മത കാണിക്കണമായിരുന്നു. ഈ 2 സൂക്ഷ്മതക്കുറവ് കൊണ്ട് കഴുത കുഴിയിൽ വീഴും. അത്രയും ഞാൻ അത് വിടുകയാണ്. അടുത്ത 2ാം ഭാഗമാണ് അല്പം വിശദീകരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് ഞാൻ വേഗം ആ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. ഈ കഴുതയുടെ കഴുത വീഴാനുള്ള 4 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. 1, ചുവട് വർദ്ധിച്ചു. 2, വഴിയിലെ ഏതോ തടസ്സം. 3, യജമാനന്റെ തെറ്റായ തീരുമാനം. 4, ശ്രദ്ധക്കുറവ്, സൂക്ഷ്മതക്കുറവ്. ഈ കഴുതയെ കെട്ടഴിക്കണം. എന്തിന്? 4 കാര്യങ്ങൾ. നമ്മളെ പറ്റിയാ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ വീണ് കിടന്ന കഴുതകളായിരുന്നു. നമ്മുടെ കെട്ടഴിച്ചത് 4 കാര്യങ്ങൾക്കാണ്. യെശയ്യാപ്രവചനം 32-ാം അധ്യായം 20-ാമത്തെ വാക്യം. യെശയ്യാപ്രവചനം 32-ാം അധ്യായം 20-ാമത്തെ വാക്യം. വിതയ്ക്കുകയും കാളയെയും കഴുതയെയും അഴിച്ചുവിടുകയും ചെയ്യുന്നവൻ നിങ്ങൾക്ക് ഭാഗ്യം. ഇനി നമുക്ക് 30-ാം അധ്യായം എടുക്കാം. അത് അഴിച്ചുവിടുന്ന വാക്ക് എടുക്കാൻ വേണ്ടി മാത്രം വായിച്ചതാ. 30-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യെശയ്യാപ്രവചനം തന്നെ 30-ാം അധ്യായം. ഈ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ നിസ്സാരമായ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. നിലമുഴുന്ന കാളകളും കഴുതകളും പുറം കൊണ്ടും പല്ലി കൊണ്ടും വീശി വെടിപ്പാക്കിയതും ഉപ്പു ചേർത്തതുമായ തീയും തിന്നും. അവിടെ പല്ലി എന്ന് പറയുന്നത് ഫാൻ, ഈ വീശുമുതൽ. അപ്പോൾ വീശി കളയെല്ലാം കളഞ്ഞ ശേഷം നല്ലത് ഉപ്പ് ചേർത്ത് കഴുതയ്ക്ക് കൊടുക്കുക. അതല്ലേ അവിടെ വായിച്ചത്. അപ്പൊ എന്തിനാണ് കഴുതയുടെ കെട്ടഴിക്കേണ്ടത്? സമൃദ്ധിയായി ഭക്ഷണം കഴിക്കാൻ. ഏത് ഭക്ഷണം? ദൈവവചനമെന്ന ആ ഭക്ഷണം. അത് ഭക്ഷിക്കാനാണ് നമ്മളെ കെട്ടഴിച്ചത്, നമ്മളെ എഴുന്നേൽപ്പിച്ചത്. ദൈവവചനമെന്ന ഭക്ഷണം സമൃദ്ധിയായി ഭക്ഷിക്കുവാൻ. ദൈവം നമ്മുടെ ഇടയിൽ എല്ലാം സമൃദ്ധിയായ വചനം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാരൊക്കെ ശക്തിയോടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. പലയിടത്തും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തിന് കഴുതയുടെ കെട്ടഴിക്കണം? സമൃദ്ധിയായ ഭക്ഷണം കഴിക്കാൻ.
എന്ന് ഇതുപോലുള്ള സാഹചര്യങ്ങൾ കിട്ടത്തില്ലെന്ന് നമുക്കറിയാം. വചനം ദുർലഭമാകുന്ന ദിവസങ്ങൾ മുന്നിലുണ്ട്. ഇനി ഇതണ്ട, എന്തുകൊണ്ട് കഴുതയുടെ കെട്ടഴിക്കണം? ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലേ? എന്തിനാണ് കഴുതയുടെ കെട്ടഴിക്കുന്നത്? വെള്ളം കുടിപ്പിക്കുക. ഏത് വെള്ളം? പരിശുദ്ധാത്മാവാകുന്ന വെള്ളം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവരേവര് എന്റെ അടുക്കൽ വരട്ടെ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുമെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പോൾ എന്തിന് കഴുതയുടെ കെട്ടഴിക്കണം? ഒന്ന്, സമൃദ്ധിയായ ഭക്ഷണം കഴിക്കാം. രണ്ട്, വെള്ളം കുടിപ്പിക്കാം. ദൈവവചനമെന്ന ഭക്ഷണം കഴിക്കാനാണ് നമ്മളെ കെട്ടഴിച്ചത്. പരിശുദ്ധാത്മാവാകുന്ന വെള്ളം കുടിക്കാനാണ് നമ്മുടെ കെട്ടഴിച്ചത്. ഈ മൂന്ന്, എന്തിന് കഴുതയുടെ കെട്ടഴിക്കണം? യേശുവിന് വാഹനമേറെ. യേശുവിന് വാഹനമേറെ. ആ സംഭവം 4 സുവിശേഷങ്ങളിലും ഉണ്ട്, നമുക്ക് അറിയാം. മത്തായി സുവിശേഷത്തിലെ മാത്രം ഭേദഭാഗം ഒന്ന് വായിക്കാം. 21-ാം അധ്യായം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ 11 വരെയുണ്ട്. നമുക്ക് ആദ്യത്തെ 2-3 വാക്യങ്ങൾ മതി. അനന്തരം അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചു. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹന മൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറയും. ഇത് സെക്കറിയാ പ്രവചനം 9-ാം അധ്യായം 9-ാം വാക്യമാണ്. അവിടെ പെൺകഴുതയുമുണ്ട്, കുട്ടിയുമുണ്ട്. ഇത് ഉടമസ്ഥനുള്ളതായ കഴുതയാണ്, കെട്ടിയിട്ടിരിക്കുന്ന കഴുതയാണ്. കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടെ ഒരു യജമാനൻ വളർത്തുന്ന കഴുതയാണ്, കുഞ്ഞോണ്. അതാ ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞ കെട്ടഴിക്കാൻ പറഞ്ഞു. ആ 2 കഴുതയും കൊണ്ടുപോയി. നിങ്ങളോട് ആരാനും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ യജമാനി എന്നെ കൊണ്ട് ആവശ്യം. ഈ വേദഭാഗം 4 സുവിശേഷത്തിലുമുണ്ട്. അവിടെ എങ്ങും ആരെങ്കിലും എന്തിന് കെട്ടഴിച്ചു എന്ന് ചോദിച്ചതായി രേഖയില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും സുവിശേഷകൻ അത് എഴുതിയാൽ. കർത്താവിനെ അറിയാം, എനിക്ക് വാഹനമേതുവാനുള്ള കഴുതയുടെ കെട്ടഴിച്ചാൽ ഇവിടെ ആരും ചോദ്യം ചെയ്യാനുണ്ടാകത്തില്ല. പിന്നെ കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരുടെ ധൈര്യത്തിനാണ്. ഒരു യുദ്ധന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുതയുടെ കെട്ടഴിച്ചാല് ബഹളം ഉണ്ടാക്കത്തില്ലയോ? അപ്പൊ അവരുടെ ധൈര്യത്തിന് പറഞ്ഞതേ ഇവരിന്ന് പെൺകഴുതയുടെ കെട്ടഴിച്ചു. അതിനുശേഷം ആ കുട്ടിയുടെ കെട്ടഴിച്ചു. ആദ്യം യേശു ആ കഴുതയുടെ പുറത്ത് വാഹനമേറി ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങി കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി യെരൂശലേമിൽ പ്രവേശിച്ചു. എന്താണ് ഇനി അർത്ഥം? കർത്താവ് ആദ്യം വാഹനമേറിയത് യഹൂദനാകുന്ന ആ പെൺകഴുതയുടെ പുറത്തായിരുന്നു. അതിന് പരിജ്ഞാനവും പക്വതയും ന്യായപ്രമാണവും എല്ലാം ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് ഇറങ്ങി അത്രയും പരിജ്ഞാനവും പക്വതയും ഇല്ലാത്ത ജാതികളായ നമ്മുടെ മേൽ ഇന്ന് കർത്താവ് വാഹനമേറി നമ്മളെയും കൊണ്ടാണ് യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തിനാ കഴുതയുടെ കെട്ടഴിക്കണം? യേശുവിന് വാഹനമേറി. 1, സമൃദ്ധിയായി ഭക്ഷണം കഴിക്കാൻ. 2, വേണ്ടുവോളം വെള്ളം കുടിപ്പിക്കാൻ. 3, യേശുവിന് വാഹനമേറി. ഇനി 4, എന്തുകൊണ്ട് കഴുതയുടെ കെട്ടഴിക്കണം? ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ മുന്തിരിവള്ളിയോട് ചെറു കഴുതയെയും
വിശിഷ്ട മുന്തിരിവള്ളിയോട് പഴുത കുത്തിയെയും കെട്ടുന്നു. എങ്ങനെ ഇരിക്കും? ഈ മുന്തിരി വള്ളിക്ക് വില ബലമാണ്. ഞാനൂല് പോലുള്ള ഇതാണ് മുന്തിരി വള്ളി എന്ന് പറഞ്ഞത്. ആ മുന്തിരി വള്ളി കൊണ്ടുവന്ന നല്ല ബലമുള്ള ഒരു കഴുതയെ കൊണ്ട് കെട്ടിക്കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കഴുത ഈ മുന്തിരി വള്ളിയിൽ കൂടെ പഴച്ച് അങ്ങ് പോകും. പക്ഷേ ഈ കെട്ടിയിരിക്കുന്ന കഴുത ഈ മുന്തിരി വള്ളിക്ക് ഒരു ദോഷവും ചെയ്യത്തില്ലെന്ന് കെട്ടുന്ന യജമാനറിയും. ഏതാണ് ഈ മുന്തിരി വള്ളി? ദൈവസഭയാണ്. കഥാത് പറഞ്ഞിട്ടുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി, നിങ്ങൾ മുമ്പ്. അപ്പൊ മുന്തിരി വള്ളി സഭയാണ്. നമ്മുടെ കെട്ടഴിച്ചത് സഭയാം മുന്തിരി വള്ളിയോട് ചേർത്ത് കെട്ടാൻ. സഭയാം മുന്തിരി വള്ളിയോട് ചേർത്ത് കെട്ടാൻ. അപ്പൊ നമ്മള് ഒരു ദോഷവും സഭയ്ക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വേണം നമ്മൾ പോകാൻ. കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്റെ പൊന്നെ, ചില കഴുതകളെയൊക്കെ മുന്തിരി വള്ളി കൊണ്ട് കെട്ടിക്കൊടുത്താല് സഭ എവിടെ ചെന്ന് കിടക്കുന്നത് നോക്കിയാൽ സാധിച്ചെടുത്ത് ദൂരെ കളയും. പക്ഷെ യജമാനനറിയാം, ഞാൻ കെട്ടഴിച്ച ഈ കഴുത മുന്തിരി വള്ളിയിലാ കൊണ്ട് കെട്ടുന്നതെങ്കിലും ഒരു ദോഷവും ഇല്ല. നമ്മളാർക്കും ദോഷം ചെയ്യുന്നവരല്ല. ഇങ്ങനെ തന്നെ നമ്മളെ മുന്നോട്ട് പോകണം. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്ത് പ്രസംഗിക്കണം എന്നൊക്കെ ഞാൻ ദൈവത്തോടൊക്കെ ചോദിച്ചു. ഇത് പ്രസംഗിക്കാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചു. ആരം കൂടുമ്പോ, ചുമട് വർദ്ധിക്കുമ്പോ ഏത് കഴുതയും വീഴും. ഏത് കഴുതയും വീഴും. നമുക്ക് സഹിക്കാവുന്നതിനെല്ലാം ഒരു പരിമിതിയുണ്ട്. അതിനപ്പുറത്ത് വന്നു പോയാൽ ഏത് കഴുതയും വഴിയിലേതോ തടസ്സം നിമിത്തം കഴുത വീണുപോകും. ആ ബോസിന്റെ തെറ്റായ തീരുമാനം നിമിത്തം കഴുത വീണുപോയി. കുഴി കുഴിച്ചു, എന്ന കുഴിയിലോട്ട് കഴുത വീണു. ഏത് സാഹചര്യത്തിലായാലും കഴുതയിൽ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നവർ. എന്തിന് നമ്മുടെ കെട്ടഴിച്ചു? സമതിയായി ഭക്ഷണം ചെയ്യും. എന്തിന് നമ്മുടെ കെട്ടഴിച്ചു? വെള്ളം കുടിപ്പിക്കുക. എന്തിന് നമ്മുടെ കെട്ടഴിച്ചു? യേശുവിന് വാഹനം വേണം. എന്തിന് നമ്മുടെ കെട്ടഴിച്ചു? മുന്തിരി വള്ളിയോട് ചേർത്ത് കെട്ട. തലകളെ വളർത്താം.